ശ്രീ വി പി ശ്രീപത്മനാഭൻ, എന്താണ് ബി ജെ പിയുടെ കാൽക്കുലേഷൻ? 0 മുതൽ 3 വരെ സീറ്റുകളാണ് പ്രധാനപ്പെട്ട പോൾസ്റ്റേഴ്സ് ഒക്കെ തരുന്നത്. ഇന്ന് ടുഡേസ് ചാണക്യ പക്ഷേ അതിൽ കൂടുതൽ 3 മുതൽ 11 വരെ, 3 ആവാം 11 ആകാം എന്നൊരു നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 11 എന്ന കണക്കൊക്കെ വളരെ അതിശയോക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു. ബി ജെ പിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, എങ്ങാനും ഇനി ഇത്രയും വലിയ ടൈറ്റ് ഫൈറ്റൊക്കെ പലരും പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഏകപക്ഷീയമായ വിജയം ആവില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങാനും ഇനി ഒരു ഹങ് അസംബ്ലി വരുമോ? അങ്ങനെ വന്നാൽ ബി ജെ പി എന്ത് പൊസിഷൻ എടുക്കും? അല്ല, എക്സിറ്റ് പോളുകളുടെ ശരാശരി നോക്കിയപ്പോൾ ബി ജെ പിക്ക് 3.5 സീറ്റോ 3.25 സീറ്റോ ആണ്. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് അത്ര സീറ്റ് കിട്ടണമെന്നുമില്ല, അതിൽ കൂടാൻ പാടില്ല എന്നുമില്ല. ഇതൊക്കെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ പറഞ്ഞ പോലെ റാൻഡം ചെക്കിങ്ങിൻ്റെ മുകളിൽ നടക്കുന്നതാണ്. അതിലൊക്കെ ഉപരിയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബൂത്ത് തലത്തിൽ ഗ്രൗണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊരു വിവരശേഖരണം ഉണ്ടാവും. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു ബൂത്തിൽ എത്ര വോട്ട് കിട്ടുമെന്ന് കൃത്യമായി പറയുന്ന ബൂത്ത് തല പ്രവർത്തകർ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത് ഒരു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയ രാഷ്ട്രീയക്കാരാണ് കേരളത്തിലുള്ളത്. ഇവിടെ എക്സിറ്റ് പോളുകളൊക്കെ വരാത്ത കാലത്തും കൃത്യമായിട്ട് എന്താ പറയുക, വിജയം പ്രവചിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, അവരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. പക്ഷേ എക്സിറ്റ് പോളുകൾ വരുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള ചർച്ചയൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഞങ്ങൾക്കറിയാം എത്ര മുതൽ എത്ര വരെയാണ് സാധ്യത, ഇപ്പം ടൈറ്റ് മത്സരം നടക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്, വിജയ സാധ്യതയുള്ള സീറ്റുകളാണ് എന്ന് ഞങ്ങൾക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകളുടെ പിന്നാലെ പോകുന്നില്ല. എക്സിറ്റ് പോളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും നൽകുന്നില്ല, സങ്കടവും നൽകുന്നില്ല. ഇപ്പം ബംഗാളിൽ ബി ജെ പി ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. പക്ഷേ അതൊന്നും വിശ്വസിച്ചിട്ട് ഇപ്പോൾ ആഘോഷത്തിനൊന്നും മെനക്കെടുന്നില്ല. ഇപ്പം ഇതൊക്കെ മെയ് 4-ാം തീയതി പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഏതാണ്ട് കണക്കറിയാം. എക്സ്പീരിയൻസ്ഡ് ആയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കണക്കുകൾ അറിയാം. ഞങ്ങൾക്കും കണക്കറിയാം. ഞങ്ങൾക്കും കേരളത്തിൽ എന്തൊക്കെയാണ് ഏതാണ്ട് സംഭവിക്കുക എന്നുള്ള കണക്ക് ഞങ്ങൾക്കുണ്ട്. താങ്കളിപ്പോൾ ചോദിച്ചല്ലോ തൂക്ക് സഭ, അങ്ങനെ ഒരു സാധ്യത 100% തള്ളിക്കളയാൻ ഞങ്ങൾ ഏതായാലും ഇല്ല. അത് സംഭവിക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെയും ഒരു സാധ്യത കേരളത്തിലുണ്ട്. അതിനുള്ള ഒരു സാഹചര്യവും കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഭരണമാറ്റം പ്രവചിക്കുന്നുണ്ട്, അതും സത്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഇവിടെ CPM പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും, ഞാൻ മൊട്ടയടിക്കും, ഇതൊന്നും ദയവ് ചെയ്ത് പറയരുത്. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മഹാരാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഒന്നും ആവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നു ജനങ്ങളെ സേവിക്കേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ജയവും തോൽവിയൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആരും കാട്ടിലേക്കൊന്നും പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.